അദാനി ഗ്രൂപ്പ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മാർക്കറ്റിൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ് രേഖപ്പെടുത്തുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അദാനി ഗ്രൂപ്പ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും അധികം നേട്ടം നൽകുന്ന അദാനി ഗ്രൂപ്പ് കമ്പനി എന്ന് പറയുന്നത് നിലവിൽ അദാനി ഗ്രീൻ എനർജി, വിൽമർ, അദാനി പവർ, അംബുജ സിമന്റ് തുടങ്ങിയവയൊക്കെ തന്നെയാണ്. ഈ അദാനി ഗ്രൂപ്പ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ട്രേഡിംഗ് ദിവസം കൂടിയായിരുന്നു ഇന്നത്തേത്. കാരണം ലിസ്റ്റ് ചെയ്ത 10 സ്റ്റോക്കുകളിൽ 6 എണ്ണത്തിനും അല്ലെങ്കിൽ 6 കമ്പനികൾക്കും ഈ 2024 സാമ്പത്തിക വർഷത്തിൽ സെബിയിൽ നിന്നും ഒരു നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ മാർക്കറ്റിൽ അദാനി ഓഹരികളുടെ ഒരു ശ്രദ്ധാ കേന്ദ്രമായിട്ട് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ലിസ്റ്റിംഗും അനുബന്ധവുമായ നടപടികളാണ് പാലിക്കാത്തതിനെ അതായത് ലിസ്റ്റിംഗും അനുബന്ധമായിട്ടുള്ള നടപടിക്രമങ്ങളും പാലിക്കാത്തതുൾപ്പെടെയുള്ള ചില നിയന്ത്രണങ്ങൾ ലംഘിച്ചതിനാണ് ഈ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് സെബിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. അദാനി ഗ്രൂപ്പിന്റെ മുൻനിര കമ്പനിയായ അദാനി എന്റർപ്രൈസസ്, അദാനി ഗ്രീൻ എനർജി, അദാനി പവർ, അദാനി എനർജി സൊല്യൂഷൻസ്, അദാനി ടോട്ടൽ ഗ്യാസ്, അദാനി വിൽമർ എന്നിവയാണ് നോട്ടീസ് ലഭിച്ച പ്രധാനപ്പെട്ട കമ്പനികൾ എന്ന് പറയുന്നത്. 2020 അദാനി ഗ്രൂപ്പിന്റെ LODR അതായത് ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻസ് ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് ലംഘനങ്ങൾ സംബന്ധിച്ച് സെബി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം 2023 ജനുവരിയിൽ ഹിൻഡൻബർഗ് റിസർച്ച് വിവാദം കൂടി എത്തിയതോടെ സെബി അന്വേഷണത്തിന്റെ ഒരു ഇന്റൻസിറ്റി വർദ്ധിപ്പിച്ചു, അല്ലെങ്കിൽ ആ ഒരു കടുപ്പം വർദ്ധിപ്പിച്ചു എന്ന് തന്നെ പറയാം. ഇത്തരത്തിലുള്ള നോട്ടീസുകൾ അദാനി കമ്പനിയെ കാര്യമായ രീതിയിൽ ബാധിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവയൊന്നും തന്നെ അദാനി ഗ്രൂപ്പ് കമ്പനികൾക്ക് പുതുമയുള്ള കാര്യമല്ല എന്ന് വേണം പറയാനായിട്ട്. 2007 മെയ് മാസത്തിൽ 1 വർഷത്തോളം നീണ്ട അന്വേഷണത്തിന് ശേഷം അദാനി എക്സ്പോർട്സ് ലിമിറ്റഡിന്റെ ഓഹരി വിലയിൽ കൃത്രിമം കാണിച്ചതിന്റെ പേരിൽ നിരവധി അദാനി ഗ്രൂപ്പ് കമ്പനികൾക്കും അവരുടെ പ്രൊമോട്ടർമാർക്കും സ്റ്റോക്ക് ട്രേഡിംഗ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് സെബി 2 വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തുകയുണ്ടായിരുന്നു. ഈ കമ്പനിയാണ് പിന്നീട് അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. അതായത് നിലവിൽ അദാനിയുടെ ഫ്ളാഗ്ഷിപ്പ് കമ്പനി. ഈ കമ്പനികളും വ്യക്തികളും ഒരു സ്റ്റോക്ക് ബ്രോക്കറായ കേതൻ പരീഖുമായി സഹകരിച്ച് ഓഹരി വിലകളിൽ കൃത്രിമം കാണിച്ചതായി ആരോപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. സംയുക്ത പാർലമെന്ററി സമിതി ഈ ആരോപണങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിന്റെ അനന്തരഫലം എന്നോണം ഗൗതം അദാനി, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ വിനോദ് അദാനി, ഇളയ സഹോദരൻ രാജേഷ് അദാനി എന്നിവരുൾപ്പെടെയുള്ള അദാനി ഗ്രൂപ്പ് പ്രൊമോട്ടർമാരെ 2 വർഷത്തേക്ക് ഇന്ത്യയുടെ ഓഹരി വിപണികളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് സെബി വിലക്കുകയും ചെയ്തു. $140,000 പിഴയടച്ച ശേഷമാണ് അടുത്ത വർഷം സെബിയുമായുള്ള ഈ ഒരു തർക്കം പരിഹരിച്ചുകൊണ്ടാണ് അദാനി ഈ ഒരു വലിയ വിഷയത്തെ നേരിട്ടത് എന്നുകൂടി വേണം മനസ്സിലാക്കാൻ. 2023 കത്തിപ്പടർന്ന ഹിൻഡൻബർഗ് വിഷയത്തിൽ അദാനി ഗ്രൂപ്പിന്റെ വിപണി മൂലധനത്തിൽ നിന്ന് ഏകദേശം ഒരു $150 ബില്യൺ വൈപ്പ് ഔട്ട് ചെയ്തത്. ഈ സംഭവ വികാസങ്ങൾ പല കമ്പനികളുടെ, പ്രത്യേകിച്ച് പല ഗ്രൂപ്പ് കമ്പനികളുടെ ഓഹരികളുടെയും ഇടയിലൊക്കെ തന്നെ വലിയ ഇടിവുണ്ടാക്കിയെങ്കിൽ പോലും പിന്നീട് രാജീവ് ജെയിൻ എന്ന അദാനിയുടെ രക്ഷകന്റെ കടന്നുവരവ് കാണുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കടന്നുവരവാണ് പിന്നീട് അദാനിക്ക് ഏറെ നിർണായകമാകുന്നത്. അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെ തന്നെ ചരിത്രമാണ്. പല ഓഹരികളും റെക്കോർഡ് നിലവാരം വരെ തിരിച്ചുപിടിക്കുന്ന ആ ഒരു അദാനി മാജിക് ആണ് നിക്ഷേപകർ പിന്നീട് കണ്ടത്. 2023 മെയ് 19 52 ആഴ്ചയിലെ താഴ്ന്ന നിലവാരമായ 214 നിന്നും 1 വർഷങ്ങൾക്കിപ്പുറം ഇന്ന് 652 രൂപ എന്നുള്ള ഒരു ഓൾ ടൈം ഹൈ നിലവാരം തൊട്ടു നിൽക്കുന്ന ഓഹരി. കൃത്യം 12 മാസങ്ങൾ കൊണ്ട് നേട്ടം 204%. പറഞ്ഞു വരുന്നത് കഴിഞ്ഞ വർഷം 170.43% മൾട്ടി ബാഗർ നേട്ടം നൽകിയ അദാനി പവർ ഓഹരികളെ കുറിച്ചാണ്. ഡിമാൻഡ് വർദ്ധിക്കുന്നതിനാൽ വരാനിരിക്കുന്ന പാദങ്ങളിൽ പവർ കമ്പനികൾ ശക്തമായ ഒരു ക്വാർട്ടർലി നമ്പേഴ്സ് റിപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയാണ് ഓഹരിയിൽ അവരുടെ ഒരു വിശ്വാസത്തെ, പ്രധാനമായിട്ടും അനലിസ്റ്റുകളുടെ വിശ്വാസത്തെ പിന്താങ്ങുന്നത്. ടെക്നിക്കൽ ചാർട്ട് പാറ്റേണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ബ്രേക്ക്ഔട്ട് നൽകിയ അദാനി പവർ ഷെയർ ഈ ഒരു ഷെയർ വില എന്ന് പറയുന്നത് ഫ്ലാഗ് ആൻഡ് പോൾ ബ്രേക്ക്ഔട്ടിന് ശേഷം 800 രൂപ വരെ എത്തിയേക്കുമെന്നാണ് ബ്രോക്കറേജുകളും അനലിസ്റ്റുകളും കരുതുന്നത്. ബ്രോക്കറേജുകളുടെ ഈ ഒരു സ്റ്റോക്കിന്മേലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യൂ എങ്ങനെയാണ് എന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അദാനി പവറിന്റെ ഓഹരികളിൽ കൂടുതൽ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇനിയും ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലിനുള്ള സാധ്യത കാണുന്നു എന്ന് തന്നെയാണ് റെലിഗർ ബ്രോക്കിംഗിലെ അജിത് മിശ്ര പറയുന്നത്. കൂടാതെ 620 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസോടെ ഓഹരിക്ക് ഹോൾഡ് റെക്കമെൻഡേഷനാണ് അദ്ദേഹം നൽകിയിരിക്കുന്നതും. ഇനി കമ്പനിയുടെ ഒരു Q4 റിസൾട്ടുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ
ഏകീകൃത അറ്റാദായം 48% ഇടിഞ്ഞ് 2737 കോടി രൂപയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ പാദത്തിലെ 10,242.06 കോടി രൂപയിൽ നിന്ന് ഏതാണ്ട് ഒരു 30% വർധനവോടുകൂടി 13,363.69 കോടി രൂപയായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2024 സാമ്പത്തിക വർഷത്തിൽ അറ്റാദായം 2023 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന 10,726.64 കോടി രൂപയിൽ നിന്ന് ഏകദേശം ഇരട്ടിയായി, അതായത് 20,828.79 കോടി രൂപയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചെലവിലേക്ക് വന്നാൽ മുൻ വർഷത്തെ 9,897.6 കോടി രൂപയുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് 10,323.58 കോടി രൂപയായിട്ടാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ കൂടുതൽ സുസ്ഥിരമായിട്ടുള്ള ഊർജ്ജ ഭാവിയിലേക്ക് മാറുമ്പോൾ അദാനി പോർട്ട്ഫോളിയോ കമ്പനികളുടെ ഒരു ഇന്നോവേറ്റീവ്, അതോടൊപ്പം തന്നെ റിലയബിൾ ആൻഡ് സ്കെയിലബിൾ സൊല്യൂഷൻസ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും സഹായത്തിനും പിന്തുണ നൽകുന്നത് തുടരുമെന്നാണ് ഇത്തരത്തിലുള്ള അവസാന പാദ ഫലങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ഗൗതം അദാനി തന്നെ പറഞ്ഞിരിക്കുന്നത്. കമ്പനിയുടെ അറ്റാദായം മുൻപാദത്തെ സമാനമായിട്ടുള്ള ഒരു 2,737 കോടി രൂപയായിരുന്നു. ഇനി ഈ ഒരു സ്റ്റോക്കിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് പോകാം. അതിനു മുൻപ് ഇന്നത്തെ മാർക്കറ്റിൽ അദാനി പവറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് 646 രൂപ എന്നുള്ള നിലവാരത്തിലാണ്. അവിടെ നിന്നും ഓൾ ടൈം ഹൈ ആയ 652 രൂപ എന്നുള്ള ഒരു വില നിലവാരം ടച്ച് ചെയ്തിരിക്കുന്നു. ഈ സ്റ്റോക്കിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 589.65 ആണ് ഒരു ആദ്യ സപ്പോർട്ട് സോൺ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഒപ്പം 548.6 എന്നുള്ളത് ഒരു സെക്കൻഡ് സപ്പോർട്ട് ലെവലായിട്ടും പരിഗണിക്കാം. ഇനി ഒരു മേജർ റെസിസ്റ്റൻസ് ഈ ഒരു സ്റ്റോക്കിന്റെ വരുന്നത് 647.2 എന്നുള്ള ഒരു സോണിലുമാണ്.